ഹലോ, അപ്പോൾ ഇത് ഞങ്ങളുടെ ഗോവയിലത്തെ മിനി വ്ളോഗാണ്. കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്നാലും ഒരു കുഞ്ഞു വ്ളോഗ് ഫോർ എ മെമ്മറി. ആ ചേച്ചി എവിടേക്കാ? ഒറ്റയ്ക്കാണോ? കൂടെ ഒരാളുണ്ട്. ആരത്? കാണിച്ചു വെൽക്കം ടു സംഭവം വിളിയിട്ട് പറയാൻ പറ്റില്ല. അപ്പുറത്തും ആൾക്കാരുണ്ട്. വീണ്ടും ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. മൂകാംബി കഴിച്ചല്ല, ഇപ്രാവശ്യം അമ്പലത്തിൻ്റെ ട്രിപ്പല്ല, ട്രെയിനിൽ കുറച്ച് ജോയി. അങ്ങനെ കുട്ടീനെ ഞാൻ വിട്ട് പോവാ ഗോവ. തിരിച്ചൊരു വരവുണ്ടോ അറിയില്ല. നമ്മുടെ രണ്ട് ഭർത്താക്കന്മാരും ദുബായിലുണ്ട്. നമ്മൾ വിചാരിച്ചു നാട്ടിലുണ്ട്. അവിടെ ഭർത്താവില്ലാണ്ടൊരു ഭാര്യ ഇരിക്കുന്നുണ്ട്. അപ്പുചടി ഭർത്താവ് അടുത്തില്ലാത്ത ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. ആ ഭാര്യ നമ്മൾ വെയിറ്റ് ചെയ്യണം അമ്മയും. അപ്പോൾ പിന്നെ ഇതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇത്രയും ദൂരം പോകുന്നത്. ഇങ്ങനെ ഒരു ട്രെയിൻ കാണുമ്പോൾ ഉള്ള ഒരു ആകാംക്ഷ കാരണം. പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര രസമായിരുന്നു. എന്താ ചേച്ചി അങ്ങനെ, ചേച്ചി ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത്. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് അറിയാലോ. ഞാനുണ്ടെങ്കിൽ ട്രെയിൻ ലേറ്റ് ആവും. അയ്യോ, വണ്ടി വന്നിട്ട് ശരി. അതോ ഇതന്നെയാണോ നമ്മുടെ ട്രെയിൻ? ഇതാണോടാ B10? ഇതാണോ നമ്മുടെ ട്രെയിൻ? രാജധാനി എക്സ്പ്രസ്. ഓക്കെ, B10. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് നേരെ ഫുഡാണ് കഴിച്ചത്. കാരണം ഓൾറെഡി സമയമായിട്ടുണ്ടായിരുന്നു, 9:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു കിടക്കണ ടൈമൊക്കെ ആയി. അപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ മേടിച്ച് രാജധാനിയിലെ ഫുഡ് ഓൾറെഡി കിട്ടും എന്നാണ് വിചാരിച്ചത് നമ്മുടെ ടിക്കറ്റിൽ. പക്ഷെ അത് ബുക്ക്ഡ് ആയിരുന്നില്ല. സോ നമ്മളപ്പോൾ പൈസ കൊടുത്ത് ഫുഡൊക്കെ മേടിച്ചു. കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര അത്ര നല്ല ടേസ്റ്റൊന്നുമല്ല, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂടെ എന്തൊക്കെയോ സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു. എൻ്റെ മേലായിരുന്നു വെള്ളത്തിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് കയറി കിടന്നുറങ്ങണ്ടേ? ഇതൊക്കെ വരുന്ന എക്സൈറ്റ്മെന്റ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മൾ തലതിരിഞ്ഞതാണോ കുട്ടി? നമ്മളാണ് കുട്ടികളെ തലതിരിഞ്ഞ്. കുട്ടിയല്ലേ എൻ്റെ തലയിരിക്കാം മറിഞ്ഞു വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. യോഗ പ്രാക്ടീസ്. മേനിച്ചോ? ഓക്കെ അല്ലേ? വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ആ കുട്ടികളോട് നല്ല ടൈം പാസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കയറി കിടന്നുറങ്ങി. നമ്മൾ നെക്സ്റ്റ് ഡേ ഗോവ എത്തി. അപ്പുചേട്ടൻ പിന്നെ ഞങ്ങളെ പിക്കാനായിട്ട് കാർ വിട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ കാറിൽ അപ്പുവിൻ്റെ അമ്മൂൻ്റെയും ഫ്ലാറ്റിലെത്തി. ആരാ വീഡിയോ കോളില്? ഹലോ, ഗോവെത്തി, ഫൈനലി ഗോവെത്തി. ഹലോ മിസ്റ്റർ അമ്പട്ടൻ, റീച്ച്ഡ് ഗോവ. ഓക്കെ, റീച്ച്ഡ് ഗോവ. ഉള്ള ബിൽഡിങ് അല്ലേ? എൻട്രൻസ് എന്ത് രസമായിരുന്നു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് അല്ലേ? ഈ വീട്ടില് കുക്ക് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞങ്ങള് ശരീരം കേട്ടിട്ടുണ്ട്. അത് തുടങ്ങിക്കോട്ടാ. ഏത് മാവ?
ആസ്ഥാന കുക്കുകളില്ലേ കുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് അപ്പുവിന്റെ അമ്മുവിന്റെ വീട്ടിൽ വരുന്നത്. ചവിട്ടി ഫസ്റ്റ് തന്നെ ചവിട്ടി കുടുങ്ങി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഹായ്. വാവ്, നല്ലോണം സ്പ്രേ അടിച്ചിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഹായ്. വാവ്, നൈസ് ഹോം. നല്ല ബാൽക്കണിയിലെ. ഓഹോ, ആഹാ. ഹോം ടൂർ. ലോണ്ടറി റൂമാണ്, അതുകൊണ്ട് അടുത്ത തുണികളൊന്നും മൈൻഡ് ആക്കണ്ട ഗൈസ്. വീടെത്തി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടാ. മാവരക്കാളൊക്കെ അരക്കട്ടെ. ഇവിടെ അടുക്കളയിലേക്ക് വരാം. ഇല്ല, ഫസ്റ്റ് പല്ലേക്കട്ടെ. ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അമ്മുവിന്റെ സ്പെഷ്യൽ ഓണിയൻ ഉത്തപ്പം വട. രാവിലെ എത്ര മണിക്ക് എണീറ്റിരുന്നുണ്ടാക്കിയേ? നവധാരയുടെ കൂടി വരുന്നു അല്ലേ? വാവ്, നല്ല കുളിച്ചൂടെ കണ്ടില്ലേ? പെട്ടെന്നല്ല ഞങ്ങൾ എത്തിയിട്ട് നല്ലൊരു ഉറക്കുറങ്ങി. അത് കഴിഞ്ഞിട്ട് അല്ല പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങി. അമ്മു ജോലിക്ക് പോയി. ഇപ്പൊ അമ്മ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്തിരുന്നേക്കാ. ഞങ്ങൾ അമ്മുവിന്റെ അടുത്തേക്ക് പോവാണ്. സെറ്റായിട്ട് ഓർക്കശയിൽ ഇപ്പോഴും വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു പ്ലാനത അല്ലേ? എനിക്കില്ല, എനിക്ക് കണ്ണെല്ലാം ചോറിയില്ല. ഓ ശരി. അവള് സീരിയല് കാണി 10:30. ഇല്ല, ഞാൻ നേരം പോക്കിന് അതങ്ങനെ കാണില്ല. അടിച്ചു മാറ്റി സംഭവം എന്താ അവിടെ നടക്കണേന്നൊക്കെ അറിയണം. അവൾക്കറിയണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മുംബൈക്ക് 570 കിലോമീറ്റർ. കേട്ടല്ലോ. അതെ. അപ്പോ എന്താ പറഞ്ഞെന്ന്, ഞങ്ങൾ റെഡി ആയിട്ട് പോട്ടെ. ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല താഴെ കഴിക്കാല്ലേ? ഇഷ്ടല്ലേ? നോൺ വെജ് ചിക്കൻ വേണം. ഓക്കെ, ഞാൻ താലി നോക്കട്ടെ, പറയാൻ പറ്റില്ല. ചിക്കൻ അപ്പോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇന്നിപ്പോ നമ്മളൊന്നുമില്ല, ചുമ്മാ പോകുന്നു. നാളെയാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് മറ്റേത് ഞങ്ങൾ തിരിച്ചു പോകും. ജസ്റ്റ് ഒരു 2 days. ഭർത്താക്കന്മാരല്ലാണ്ട് ഭാര്യമാര് ഗോവയിൽ നിന്ന് ആഘോഷിക്കാൻ വന്നിരുന്നു. അമ്മുവിന്റെ ഭർത്താവ്, അതായത് എന്റെ ചേട്ടൻ, അങ്ങ് ഹിമാലയത്തിൽ പോയിക്കാണ്. ബാക്കി ഞങ്ങളുടെ രണ്ടുപേരുടെയും ദുബായിലാണ്. നമ്മൾ വിചാരിച്ചു വെറുതെയൊക്കെയല്ലേ 2 ദിവസം ചില്ല് ചെയ്യാം. വിശക്കുണ്ട്, ബ്ലോക്ക് ഉണ്ട്. ശരി, ഫുഡ് കഴിച്ചിട്ട് ഞാൻ ആരോടും സംസാരിക്കണം. നമ്മള് ഇപ്പൊ ആക്ച്വലി അമ്മൂനെ എടുക്കാൻ വന്നേക്കാം. അമ്മൂന് ജോലി ഉണ്ടല്ലോ, മറ്റേ പണിയില്ലാത്ത. അങ്ങനെയല്ല, കുടുംബിനും ഇല്ല, പണിയില്ല, ഒന്നുമില്ല. അങ്ങനെയല്ല, ഞാൻ ദുബായിൽ പോയ ജോലി നോക്കും. പിന്നെ അത് ഓൾറെഡി ഫ്രീലാൻസർ ആണല്ലോ, സാരി ഡ്രിപ്പിംഗ് അറിയാലോ. അപ്പോൾ നമ്മൾക്ക് എന്താ അമ്മൂനെ എടുക്കാൻ വന്നിരിക്കുക. അമ്മൂനെ എടുക്കാനല്ല, അമ്മൂനെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അപ്പോൾ നമ്മൾ അമ്മൂൻ്റെ ഓഫീസിലെത്തും, കാണിച്ചു തരാം. എവിടെ അമ്മു മോളെ? ഇപ്പം എത്തും നമ്മൾ കേട്ടോ. നമ്മൾ ആക്ച്വലി എത്തി. നോക്കട്ടെ എവിടെയോ ആണ്. ആ, ഇവിടെ വന്നപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഒരു ലുക്ക് എവിടെയോ ചെറുതായിട്ട് എന്തൊക്കെയോ വരുന്നു എന്ന് തോന്നുന്നു. വേണമെങ്കിൽ എന്റെ ഔട്ട്ഫിറ്റ് എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഗോവയിൽ വന്നിട്ട് ഇത് ആക്ച്വലി ഞാൻ മീമിയുടെ നിന്ന് അടിച്ചു മാറ്റിയ ഡ്രസ്സാണ്. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. അവൾ എന്റെയും പലതും അടിച്ചു മാറ്റാറുണ്ട്. വേണ്ടത് വേണ്ട, പറയില്ല അത്. ഗേൾസ്, അവളെന്താ ഒരു ബന്ധമില്ലാത്ത എന്റെ ഗോകുന്റെ എന്താ ഉണ്ട്. അതൊക്കെ ഗോവയിൽ നിന്ന് മേടിച്ചതാ. ഗോകുന്റെ അച്ഛനമ്മ ഗോവയിൽ നിന്ന് മേടിച്ചു കൊടുത്ത. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ജസ്റ്റ് ഒരു ഫിറ്റ് ചെക്ക് വീഡിയോ എടുക്കാൻ നോക്കിയാൽ നല്ല ഊള വീഡിയോ ആയിപ്പോയി. ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഗോവ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോവയിൽ മഴ
നാട്ടിലെ മഴ മടുത്തിട്ട് ഗോവയിൽ വന്നപ്പോൾ ഗോവയിലും മഴ തമിഴായില്ലേ. ആഹാ വോട്ടെ ബൂട്ടി. ഞാൻ നാട്ടില് മഴ ശരിക്കും കണ്ടില്ല. ഇവിടെ ശരിക്കും കണ്ടില്ല. സോ നമ്മളൊന്നും നോക്കിയില്ല. അമ്മൂനെ എവിടേക്കോ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി പോയി. മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. സോ നമ്മൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ലിറ്റിൽ ഇന്ത്യ ബീച്ച് കോട്ടേജസിൽ എത്തി. അവിടെ നമുക്ക് അപ്പുചാട്ടനും അമ്മും ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലംകുട്ട് ബീച്ചിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിരുന്നു എല്ലായിടത്തേക്കും പോകാനും നടന്ന് പോകാൻ, ഫുഡ് കഴിക്കാനാണെങ്കിലും അവിടെ കറങ്ങാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സുഖമായിരുന്നു. ഇങ്ങനെ ഒരു റൂമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കലായിരുന്നു മെയിൻ പരിപാടി. സംഭവം നമ്മളവിടെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവരുടെ ഫ്ലാറ്റിൽ, ഒരു ദിവസം ഇവിടെ. പിന്നെ നെക്സ്റ്റ് ഡേ നൈറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. നല്ല വിശക്കുണ്ടായിരുന്നു. സോ കല്ലംകൂട്ടുള്ളൊരു സൂസ ലോബോ അത് തന്നെ തോന്നുന്നു ഒരു കഫേ ഉണ്ട്. നല്ലൊരു കഫേ, ബീച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ളത്. സോ നമ്മളവിടെ പോയി. അവിടെ പിന്നെ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് സെറ്റായി. കാരണം നല്ല ചൂടായിരുന്നു ഞങ്ങൾ നടന്ന സമയത്ത്. പിന്നെ റൂമിലിരിക്കുമ്പോഴൊക്കെ മഴയായിരുന്നു. ഇടയ്ക്ക് ആക്ച്വലി മഴ ഉണ്ട്. മഴ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിൽ, പിന്നെ വീണ്ടും മഴ, അങ്ങനത്തെ ഒക്കെ ഒരു മൂഡായിരുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒരു വാക്കിനായിട്ട് ഇറങ്ങി. भैया एक സർക്കാർ भैया भैया पहले पैसे रील डालने के लिए इंस्टाग्राम में मिस को बोला ये भैया ये मिस को 400 में दिया. $400 नहीं चाहिए, रुपीस रुपीस 400 रुपीस में दिया ये बैग. 650 कर दो. क्या 650 कर दो. അമ്മച്ചി लेके जाओ, उनको गिफ्ट कर देने का. हाँ 450 में गिफ्ट कितना ये झूला झूला गिफ्ट कर दो. You are born, no, now you are rich. गिफ्ट कर दो. ഹിഹി. അങ്ങനെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ആ ബാഗിന് ഞാൻ ഒരു 500 രൂപ കൊടുത്തു. പക്ഷെ അതിനുള്ളതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അവിടെ മാഗി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി. കാരണം മാഗി കഴിക്കാത്ത കുട്ടികളായതുകൊണ്ടേ ഒരു കൊതി. അപ്പോൾ പിന്നെ മാഗിയൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. മാഗി വന്നപ്പോൾ എനിക്കും അതിന് ഒരെണ്ണം മേടിച്ചു, അമ്മൂന് ഒരെണ്ണം മേടിച്ചു. അമ്മൂന് ഓൾറെഡി വിശക്കണില്ല, എനിക്കിനി ഫുഡേ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മു അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളത് പിന്നെ കുറച്ച് വേസ്റ്റ് ആക്കി. എപ്പോഴും അങ്ങനെയാണല്ലോ. ആക്ച്വലി ആ കടക്കാരൻ്റെ വണ്ടിയാണത്. അവിടെ ട്രിപ്പിൾസ് സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്തില്ല, ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നടന്നു. അയ്യോ അയ്യോ ചേച്ചി വേണ്ട. नाम क्या है? मैक्स. मैक्स. हाय मैक्स. हेलो. हाय मैक्स. छोड़ू की चल. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ ലാസ്റ്റ് ഡേ ഗോവയിൽ നമ്മൾ ആക്ച്വലി സ്ട്രീറ്റ് ഷോപ്പ് ചെയ്തപ്പോൾ കുറച്ച് ബീച്ച് വെയർ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ റീലാക്കാം. ഇതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഗോവയിൽ തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വിശന്ന് വലങ്ങി അവിടുന്ന് ടാക്സി എടുത്ത് ബാഗ ബീച്ച് വന്നു. അവിടെ ബ്രിട്ടൂസ് കഫേയിൽ കയറി. അത് നല്ലൊരു അടിപൊളി കഫേ ആയിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ വന്ന് റിലാക്സ് ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ബില്ലൊക്കെ കിട്ടി നമ്മൾ കുറേ ഹാപ്പിയായി. കാരണം ഗോവയിൽ അറിയാലോ നമ്മൾ കൊല്ലണ റേറ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ടാക്സി പിടിച്ച് നേരെ അമ്മുൻ്റെ ഫ്ലാറ്റിലെത്തി റെസ്റ്റ് എടുത്തു. കാരണം ട്രെയിൻ അന്ന് രാത്രി തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുന്നു ഗൈസ്. ഒരു കുട്ടി വീഡിയോ, ഒരു മെമ്മറി, കുറേയൊക്കെ കഴിഞ്ഞ് നോക്കാനൊരു രസം. ഓക്കെ ബൈ.